ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ എരോൽ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് നമ്മുടെ നാടുകളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്നത്തെ രാത്രി പോലെയുള്ള ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന രാത്രിയിൽ അവർക്കൊരു ദുആ, ഒരു ഫാത്തിഹ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വെള്ളത്തിൽ മുങ്ങി പോയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കയറിന്റെ കഷ്ണം പ്രതീക്ഷിക്കുന്നത് പോലെ അവരെ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഉപ്പയും ഉമ്മയും, നമ്മുടെ വലിയുപ്പയും വലിയുമ്മയും, നമ്മുടെ കാരണവന്മാരുമെല്ലാം ഇതുപോലെയുള്ള രാത്രികളിൽ ആ ബർസഖിയായ ലോകത്ത് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 21-ാം രാവ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാമെന്ന് നിരവധി മഹത്തുക്കളായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഒരു രാത്രി ഇത്രയും ശ്രേഷ്ഠമായി നമുക്ക് അല്ലാഹു തആല തന്നത് തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ടാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രിയിലാണ് നാം പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ, ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ആ ഖദ്റിന്റെ രാത്രിക്കാവട്ടെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, എന്താണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരൊറ്റ രാത്രി. എന്താണ് ആ രാത്രിയിൽ ഉണ്ടാകുന്നത്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അല്ലാഹുവിന്റെ പ്രത്യേകമായ സമ്മതത്തോടെ അവന്റെ കൽപ്പന നടപ്പിലാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഈ ഭൂമിയിലെ സത്യവിശ്വാസികളുടെ വീടുകൾ തോറും അവർ സംഗമിക്കുന്ന സംഗമ കേന്ദ്രങ്ങളിലും അവരൊറ്റക്കും കൂട്ടമായി നടത്തുന്ന ഇബാദത്തുകളിൽ പങ്കുചേരാൻ പള്ളികൾ മുഴുവനും നിറഞ്ഞു കവിയുന്ന രാവ് വിശുദ്ധരായ മലാക്കമാർ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവർ, അവർക്ക് നേതൃത്വമായി റൂഹുൽ അമീൻ അല്ലെങ്കിൽ സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവ്, വഹി എത്തിച്ചു കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്തമുണ്ടായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, അവരുടെ ആത്മാവടക്കമല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ. മറ്റു പല വ്യാഖ്യാനങ്ങളിലും ഉള്ളത് റൂഹുൽ ഖുദുസ്, പരിശുദ്ധമായ ആത്മാവ്. ആരാണത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മദീന മുനവ്വറ മുതൽ ലോകത്ത് എവിടെയെല്ലാം പള്ളികളുണ്ടോ, എവിടെയെല്ലാം സത്യവിശ്വാസികൾ ഒറ്റക്കും കൂട്ടവുമായി ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അവരിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുന്നതുവരെ അവര് ശാന്തിയുടെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസ അറിയിക്കാൻ വരികയാണ്. എത്രമാത്രം നമ്മൾ വലിയവരാകാൻ കാരണമെന്താണ്? അതൊന്നുമല്ല. അതിന്റെ കാരണം നേരത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് കിതാബുകളിൽ നമ്മൾ പഠിച്ചതാണ്. ശംഊനുൽ ഗാസി എന്ന വലിയൊരു മഹാനവറുകൾ 1000-ലധികം കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ആ മനുഷ്യൻ ജീവിതത്തിൽ പകൽ മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചയാളാണ്. അതുപോലെ തന്നെ രാത്രി ധാരാളം നിസ്കരിച്ചയാളാണ്. മാത്രമല്ല ഒരൊട്ടകത്തിന്റെ ഒരു വാരിയല് പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനു വേണ്ടി പടവെട്ടിയയാളാണ്.
അങ്ങനെ ഒരു പോരിശയാക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാണ് അവർ കരഞ്ഞത്? യാ റസൂലല്ലാഹ്, 1000 കൊല്ലം അല്ലാഹുവിന്റെ ത്വഅത്തിലായി പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രിയിൽ ഇബാദത്ത് ചെയ്ത് ഒഴിവ് സമയങ്ങളിലെല്ലാം നിന്റെ ദീനിനു വേണ്ടി പടവെട്ടാൻ ഇറങ്ങിയ ആ മനുഷ്യന്റെ പവിത്രതയോർത്ത് ഞങ്ങൾ കരഞ്ഞതാണ്. ഞങ്ങൾ ഈ ചെറിയ കാലം 60ഓ 70ഓ വർഷമല്ലേ ഞങ്ങളെ ആയുസുള്ളൂ എന്ന് ചിന്തിച്ച് കരഞ്ഞപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയതാണ്. അതാണ് നമുക്ക് ആശംസകൾ അറിയിക്കാൻ മലക്കുകൾ നിർദ്ദേശിക്കപ്പെട്ടത്. 1000 കൊല്ലം പടവെട്ടിയ മനുഷ്യനേക്കാൾ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഏതെല്ലാം അനുചരന്മാർ എന്തെല്ലാം വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യകുലം, ജിന്നുവർഗം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം നൊടിയുടെ കൊണ്ട് ഇവിടെ എത്തിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ജിന്നുകളുടെ നേതാവായ ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 10,000 കിലോമീറ്റർ ദൂരെയുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ ഇവിടെ എത്തിച്ചു തരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, പോരാ, അതിനേക്കാൾ വേഗതയിൽ ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? അപ്പോഴല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട നബിയല്ല, പ്രവാചകനല്ല, അല്ലാഹുവിന്റെ വലിയായിരുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാൾ. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, സുലൈമാൻ നബിയേ, അങ്ങ് കണ്ണ് അടച്ച് തുറക്കുന്നതിനു മുമ്പ് 10,000 കിലോമീറ്റർ ദൂരെയുള്ള ബൽഖീസിന്റെ രാജസിംഹാസനം ഞാനിവിടെ എത്തിച്ചു തരാം. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ വലിയായ ഒരാൾക്ക് എങ്ങനെയാണ് അതിന് ധൈര്യം കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് എനിക്കുണ്ടായ ധൈര്യം, ഞാൻ എപ്പോഴും അല്ലാഹുവിന്റെ ഇസ്മുകൾ ഉരുവിട്ട് ദുആരക്കുന്ന മനുഷ്യനാണ്. ഏതാണ് അല്ലാഹുവിന്റെ ഇസ്മുകൾ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് കുറെ ഇസ്മുകളുണ്ട്, മനോഹരമായ നല്ല നല്ല പേരുകളുണ്ട്. ആ പേരുകൾ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ക്രോഡീകരിച്ച് അസ്മാഉൽ ഹുസ്ന എന്ന പേരിലും അല്ലെങ്കിൽ നൂറുൽ ഈമാൻ എന്ന പേരിലും യാ അല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, അവസാനം യാ സബൂറു യാ അല്ലാഹ് വരെയുള്ള 99 അവന്റെ അസ്മാകൾ അത് ഉരുവിട്ടുകൊണ്ട് ദുആ ചെയ്താൽ നമുക്ക് എല്ലാ ദുആകളും അല്ലാഹ് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലുണ്ടായ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആ അല്ലാഹുവിന്റെ വലിയനിക്ക് ധൈര്യമുണ്ടായത്, അദ്ദേഹം ഇതിലെ അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഇസ്മുകളിൽ ഇസ്മുൽ അഅ്ളം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതേതാണ് എന്ന് പണ്ഡിതന്മാര് പലതും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മെന്ന് പറയുന്ന അല്ലാഹു ജല്ല ജലാലുഹു എന്ന് ഒരാൾ പറയലാണ്.
ആ ജലാലത്തിന്റെ ഇസ്മാണ് ഇസ്മുൽ ആദം എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ 99 പേര് പറയുമ്പോഴും അവിടെ എന്ത് പറയല് സുന്നത്തുണ്ട്? യാ റഹ്മാനു യാ അല്ലാഹു ജല്ല ജലാലുഹു എന്ന് പറയല് സുന്നത്തുണ്ട്. താജുൽ ഉലമായി ഉള്ളാൾ തങ്ങൾ ഖദ്ദസല്ലാഹു സർഹുൽ മഹാനവറുകൾ ജീവിതകാലത്ത് പറയുന്നത് ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ദർസ് നടത്താൻ ബുദ്ധിമുട്ടായി ഉള്ളാളത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, നടുവേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ മഹാനവറുകൾ ഒരു വാഴ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ദർസ് നടത്താൻ പറ്റുന്നില്ല, ഇരിക്കാൻ തീരെ പറ്റുന്നില്ല, നടുവേദന സഹിക്കാൻ കഴിയാതപ്പോ മഹാനവറുകൾ നേർച്ചയാക്കിയത്രേ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന 99 പേരുകൾ അത് റിയാദ കൂട്ടാൻ വേണ്ടി. എവിടെന്ന്? പരിശുദ്ധമായ ഹറമിൽ ചെന്നിട്ട് റിയാദ കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നിയത്ത് ചെയ്തുകൂടാ. നേർച്ചയാക്കിയ പിന്നെ നിർബന്ധമായില്ല. നേർച്ചയാക്കിയടാ ഞാൻ റിയാദ വീട്ടാന്ന് പറഞ്ഞാൽ എന്താ? റിയാദ വീട്ടാന്ന് പറഞ്ഞാൽ ഉസ്താദുമാർക്കൊക്കെ അറിയാം, അതിനൊരു കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് വേറെ ഒരു കലാമും ഇടയിൽ വരാതെ വളരെ സൂക്ഷിച്ച് ഒളുവൊക്കെ എടുത്ത് അല്ലാഹുവിന്റേക്ക് മനസ്സ് തിരിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് റിയാദ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ? യാ അല്ലാഹു ജല്ല ജലാലുഹു എന്ന് 1,00,000 പ്രാവശ്യം. എത്ര? 1,00,000 പ്രാവശ്യം ചെല്ലാം. നേർച്ചയാക്കിയത് ആരാ? താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാ. എവിടുന്ന് ചെല്ലാനാ നേർച്ചയാക്കിയത്? മക്കത്ത് പോയി. എന്നിട്ട് മഹാനവർ പറഞ്ഞ റമദാനിലാടാ പോയത് ഹറമിലേക്ക്. റമദാനിൽ പോകുമ്പോ പിന്നെ 1 ആയില്ല. അങ്ങനെ മഹാനവറുകൾ ചൊല്ലി റിയാദ വീട്ടി എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്, നമ്മുടെ ചുവട് കൊണ്ട് കേട്ടത്. അതാണ് താജുൽ ഉലമ. അപ്പൊ അത് ചില്ലറ കാര്യമല്ല. അത് 99 ലക്ഷം പൂർത്തിയാക്കി 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി റാഹത്തായി. അതിനുശേഷം എന്റെ നടുവേദന പോയി, പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്ന് മഹാനവറുകൾ പ്രസംഗിക്കുന്നത്, വാദ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്നിധാനത്തിലുണ്ടായ അല്ലാഹുവിന്റെ വലിയ അദ്ദേഹം മൃഗം പിടിച്ചത് ഇസ്മുൽ ആദമാണ്. ബഹുമാനപ്പെട്ട ഇത് പറയുമ്പോ ഞാൻ ചെറിയൊരു വിശദീകരണം കൂടെ തരാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്താ റസൂലുള്ളാഹി അലിയാർ തങ്ങളെ പറ്റി പറഞ്ഞത്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അതിലേക്കുള്ള കവാടമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച രാത്രിയുടെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നല്ല പ്രഭാഷകനായ മഹാനവറുകൾ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കാണുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വരാത്തവര് അത് പറയുന്ന മൊയ്ലിയാര്. അങ്ങനെ നാട്ടില് വിഷയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്ത് പറ്റി മുആദ് ഇബ്നു ജബൽ വെള്ളിയാഴ്ചയായി പള്ളി വന്നില്ലാലോ? അങ്ങനെ ആളെ പറഞ്ഞു വിട്ടു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് വന്ന് അവരാതി പറഞ്ഞു, നബിയെ ജുമുഅക്ക് വരാൻ വേണ്ടി കുളിച്ചു റെഡിയായി പുറത്തിറങ്ങി നോക്കുമ്പോ ഞാൻ നല്ല ഒരു തുക കടം കൊടുക്കാനുള്ള ഒരു യഹൂദി വന്ന് എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ എന്റെ മാനം പോവും. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ആ യഹൂദി എന്നെ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് മാനസികമായി ഞാൻ തളർന്ന് എനിക്ക് ജുമുഅക്ക് വരാൻ പറ്റിയില്ല. ഇത് കേട്ടപ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദ് എത്ര കടമുണ്ട്? ഏകദേശം 1000 ദീനാർ അല്ലെങ്കിൽ സ്വർണം കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് ഉഹദ് പർവ്വതത്തിന് തുല്യമായി കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ളൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തൂതിൽ മുൽക മൻ തശാ
وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير وهو على كل شيء قدير وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ആയത്ത് ധാരാളമായി ഓദിക്കോ. കാരണം ഇതിന്റെ തുടക്കം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്നാണ്. രാജാതിരാജൻ എന്ന അർത്ഥമുള്ള വാക്കാണ് എന്ത്? മാലിക്കൽ മുൽക്ക്. അത് ഇസ്മുൽ അഅ്ളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് പറഞ്ഞു കൊടുത്തു? അലി ഇബ്നു അബീ താലിബ് തങ്ങളോടും പറഞ്ഞതായി കിതാബിലുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കിതാബിലുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ ഇസ്മുകളിൽ ഏതാണ് ഇസ്മുൽ അഅ്ളം എന്നത് കൃത്യമായി പണ്ഡിതന്മാര് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അതൊരു മണിക്കൂറോളം ചെല്ലേണ്ട ഒരു കാര്യമൊന്നുമല്ല. ആകെ 10 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ആത്മീയ മജ്ലിസ് മഹ്ദറത്തുൽ ബദരിയ നടന്നു. അസ്മാഉൽ ബദർ ചൊല്ലി. അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചൊല്ലിയത് എന്താണ് അല്ലേ? ഈ അസ്മാഉ സിഫാത്തുകൾ അല്ലാഹുവിന്റെ പോരിശയാക്കപ്പെട്ട ഇസ്മുകൾ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ എന്റെ സഹോദരന്മാരോട്, എന്റെ ചെറുപ്പക്കാരോട്, കൂട്ടുകാരോട് എല്ലാവരോടും പറയുന്നു, ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സമയം ആ ബഹുമാനമുള്ള ഇസ്മുകൾ ചൊല്ലാൻ സമയം കണ്ടെത്തണം. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനം ലഭിക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കണ്ണടച്ചു വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ മഹാൻ, അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് അതേ ഞാൻ ഇസ്മുൽ അഅ്ളം ഒരു വിട്ട് ദുആരക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് 10,000 കിലോമീറ്റർ ദൂരമുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു വെച്ചു. സാക്ഷാൽ ഇഫ്രീത്ത് പോലും തോറ്റുപോയി. അങ്ങനെയുള്ള വലിയ പവറുള്ള മഹാന്മാര് മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാനവറുകളെ കുറിച്ചൊരു സൂറത്ത് തന്നെ ഖുർആനിലില്ലേ? നബിയാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. വലിയ തന്ത്രശാലിയായ, വലിയ തത്വജ്ഞാനിയായ വലിയ മഹാനാണ് ആര്? ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു എന്നും പറയാം, അലൈഹിസ്സലാം എന്നും പറയാം. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ എന്ന പദവി കിട്ടിയ മഹദിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെ അതിശ്രേഷ്ഠരായ ധാരാളം മഹാന്മാര് നമ്മുടെ പൂർവികരായ പ്രവാചകന്മാരുടെ അനുയായികളായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത വലിയ ഒരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ആർക്കാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, തങ്ങളുടെ അനുയായികൾക്ക് റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും നേരത്തെ പരാമർശമുണ്ടായിരുന്നു അല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്. തറാഹും റുക്അൻ വസുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി
സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫിൽ ഇൻജീലി വമസലുഹും ഫിത്തൗറാത്ത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അവരെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങളുണ്ട്. അവര് നല്ല സ്നേഹമുള്ളവരാണ്, നല്ല ഐക്യമുള്ളവരാണ്. അങ്ങനെയുള്ള മഹാന്മാരായ ഒരു കൂട്ടം ആളുകൾ പിൽക്കാലത്ത് വരുന്നുണ്ട്. അതാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ സ്വലാത്തെല്ലാനൊരു ക്ഷീണാണോ? ക്ഷീണങ്ങളെ പോലത്തെ ക്ഷീണം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. നിങ്ങളൊന്ന് ഉഷാറാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനുള്ള ബഹുമാനം കഴിഞ്ഞ കാലത്തുള്ള പ്രവാചകന്മാരുടെ ഒരു ഉമ്മത്തിനുമില്ല കേട്ടോ. അതിനേറ്റവും വലിയ കാരണം എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം ഈ കാര്യം അല്ലാഹുവോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അല്ല നബിയെ, എത്ര പ്രവാചകന്മാര്, എന്തെല്ലാം കഷ്ടപ്പാടുകൾ അവര് സഹിച്ചത്. 950 കൊല്ലമല്ലേ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയത്. എന്നിട്ട് മഹാനവറുകൾ എന്ത് പ്രതിസന്ധി തരണം ചെയ്തിട്ടാ ഇവിടെ ജീവിച്ചത്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനില്ലാത്ത പ്രത്യേകത, ആദം വാപ്പാന്റെ മക്കളായി പിറന്നു വന്നവരിൽ നല്ലവരായ ഒരു കൂട്ടം ആളുകൾ അവരെത്ര പരിത്യാഗികളായിരുന്നു. ഇവിടെ അവർക്കില്ലാത്ത ശ്രേഷ്ഠത 650 കൊല്ലം ജീവിച്ച ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനില്ലാത്ത പ്രത്യേകത. എന്തിനധികം 6 ലക്ഷം അനുയായികൾ. എത്ര? 1 2 അല്ല, 6 ലക്ഷം അനുയായികളെ അതാ പ്രബോധനത്തിലൂടെ വാർത്തെടുത്ത മഹാനാണ് ആര്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ആ അനുയായികൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത. എത്രയെത്ര പ്രവാചകന്മാര് 250 കൊല്ലം ജീവിച്ച നമ്രൂദിന്റെ കൊട്ടാരങ്ങളിൽ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തി ആയിരക്കണക്കിന് കൊല്ലം അതാ കത്തിജ്വലിച്ച തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് ഈമാൻ പതറാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനില്ലാത്ത പ്രത്യേകത എന്താണ്? ഇത്രയും അതേ മൂസാ നബിയെ 2 പ്രത്യേകതയാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പർ 1 സ്ഥാനം അത് തന്നെയാണ്. അതിന് പുറമെ അവർക്ക് 2 പ്രത്യേകതകളാണ്. ഒന്നേതാണ്? ഇന്നി അഅതൈതു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് ഞാൻ 2 പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. നൂറൈനി, അത് 2 പ്രകാശമാണ്. എന്താണ് ആ പ്രകാശത്തിന്റെ പ്രത്യേകത? പിറകെ മരണാനന്തരം അഭിമുഖീകരിക്കേണ്ട ഏറ്റവും കഠിനമായ 2 ഇരുട്ടുണ്ട്. ആ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ പറ്റിയ 2 നൂറ് ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഏതാണ് റബ്ബേ ആ 2 പ്രകാശം? അതേ മൂസാ നബിയേ, ഒന്ന് നൂറ് റമദാൻ എന്ന പ്രകാശമാണ്. അത് വേറെ ഒരു ഉമ്മത്തിനും കിട്ടിയിട്ടില്ല. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മുൻഗാമികൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിരുന്നു. അത് പല രൂപത്തിൽ പല സന്ദർഭങ്ങളിലായി കൃത്യമായി ഒരു മാസം, അത് 12 മാസങ്ങളിൽ ഒരു മാസം സെലക്ട് ചെയ്ത് അത് റമദാനു ശരീഫ്, ആ മാസത്തിലാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ആ ഒരു മാസം അവർ കൃത്യമായി അവരെ പകൽ സമയങ്ങളിൽ നിന്ന് അന്നപാനീയങ്ങള്, വികാര വിചാരങ്ങള് നിയന്ത്രിച്ച് നോമ്പുകാരായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ 100 റമദാൻ മറ്റൊരു ഉമ്മത്തിനും അത് നൽകപ്പെട്ടിട്ടില്ല. മാത്രമല്ല വനൂറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങലോടുകൂടെ തൗറാത്ത്
തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എല്ലാ പൂർവ ഗ്രന്ഥങ്ങളുടെ നിയമങ്ങളും മൻസൂഖായി പോയില്ലേ? പിന്നെ ലോകത്തുള്ളത് ഫുർഖാനുൽ അദീം എന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ ഖുർആൻ അല്ലാഹു പറഞ്ഞതെന്താണ്? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. ആ പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമുണ്ടല്ലോ, അതിലൊരു സംശയത്തിന്റെ ഒരു കണികയില്ല. സന്മാർഗം ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അതെപ്പോഴും സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. പരിശുദ്ധ ഖുർആൻ നൂർ, അത് പ്രകാശമാണ്. കലാം അല്ലാഹുവിന്റെ കലാമാണ്. ഈ ഉമ്മത്തിന് അഭിനോർമലായി നൽകപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എന്തിനു വേണ്ടിയാണ് ഈ രണ്ട് പ്രകാശവും? അതേ മരണാനന്തരം അവരെ അഭിമുഖീകരിക്കാനുള്ള, ലോകത്തിലുള്ള ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവര് മുഴുവനും അനുഭവിച്ചേ മതിയാകൂ. രണ്ട് ഇരുട്ടുണ്ട്. ആ രണ്ട് ഇരുട്ടിനെ വെളിച്ചമാക്കാനാണ് ഏതാണ് റബ്ബേ ആ രണ്ട് ഇരുട്ട്? അല്ലാഹു പറഞ്ഞു, മൂസാ നബിയേ, അതേ ദുൽമത്തുൽ ഖബരി, ഖബറിന്റെ ഇരുട്ടാണ് കേട്ടോ. വദുൽമത്തുൽ ഖിയാമ, മറ്റൊന്ന് ഖിയാമത്ത് നാളിലുള്ള ഇരുട്ടാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനാണ് വഅദ് കേൾക്കുന്നത്? എന്തിനാണ് ഖുർആൻ ഓതുന്നത്? എന്തിനാണ് റമദാൻ ശരീഫിനെ ആദരിക്കുന്നത്? എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്? ആരെല്ലാം നമുക്ക് ഈ ദുനിയാവില് സഹായിക്കാനുണ്ട്? ആരെല്ലാം നമുക്ക് തലവേദന വന്നാൽ പോലും, നമുക്കൊരു ചെറിയ ക്ഷീണം വന്നാൽ പോലും, നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ മക്കളോ, ഇനി ആരുമില്ലെങ്കിൽ നമ്മുടെ അടുത്ത ചങ്ങാതിമാരോ ജേഷ്ഠാനുജന്മാരോ നമ്മളെ സഹായിക്കാനുണ്ടല്ലോ. നമുക്കിവിടെ നടന്ന് ഇരുട്ടത്ത് പോകുമ്പോ വെളിച്ചം തരാൻ ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്തിന്റെ വെളിച്ചമുണ്ടല്ലോ. അല്ലാ, ഓർത്തു നോക്കൂ, ഒന്ന് മനസ്സിരുത്തി ആലോചിക്കൂ മോനെ. ഉമ്മ, നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കിക്കൊണ്ടുപോകുന്നതാണ്. അന്ന് നമ്മൾ ധരിച്ച ഉടുപ്പ് മാറ്റിപ്പോയില്ലേ? നമ്മുടെ ആഭരണങ്ങൾ അടിച്ചു വെച്ച് പോയില്ലേ? അല്ലാ, നമ്മളെ എത്ര പെട്ടെന്നാ കുളിപ്പിക്കുന്നത്, എത്ര പെട്ടെന്നാ നമ്മളെ കഫൻ ചെയ്യുന്നത്. എത്ര വലിയ വലിയ മുതലാളിമാരാണ് മരണപ്പെട്ടത്, എത്ര വലിയ നാട്ടുപ്രമാണിമാരാണ് മരണപ്പെട്ടത്, എത്ര സ്നേഹമുള്ള ഉപ്പയാണ് മരണപ്പെട്ടത്, എത്ര സ്നേഹമുള്ള ഉമ്മയാണ് മരണപ്പെട്ടത്. ഇന്ന് വരെ മരിച്ച് മയ്യത്തായി കിടക്കുന്ന ഒരു മുതലാളിയായതിന്റെ കാരണത്താൽ, അല്ലെങ്കിൽ നല്ലവണ്ണം നോക്കുന്ന മക്കളുള്ള കാരണത്താൽ, എന്റെ ഉപ്പാക്ക് ഏറ്റവും മുന്തിയ ഡ്രസ് ഇട്ട് കൊണ്ടുപോകണമെന്ന് ഒരു മക്കളും വാശി പിടിച്ചിട്ടില്ല. എന്റെ ഉമ്മാക്ക് മുന്തിയ ഡ്രസ് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉടുപ്പിച്ചിട്ട് മാത്രമേ എന്റെ ഉമ്മയെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു മക്കള് വാശി പിടിക്കാറുണ്ടോ? കാരണം എന്തേ? എല്ലാവരുടെ സഹായങ്ങളും മുറിഞ്ഞു പോകുന്ന ഘട്ടമാണ് മരണോ. ആ
മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിട്ട് എല്ലാവരും അകന്നു പോയി മക്കളെ. നമ്മളെ ഭാര്യ ഇന്നലെ രാത്രി വരെ നമ്മളെ കെട്ടിപ്പിടിച്ച് കിടന്നവളാണ്. ഇന്ന് മയ്യിത്തായി കിടക്കുന്ന നമ്മളടുത്ത് നമ്മുടെ ഭാര്യ കിടക്കാൻ അവളെ മനസ്സ് അനുവദിക്കൂല, നമ്മളെ മക്കള് കിടക്കൂല. എന്തിനധികം മരിച്ചു കിടക്കുന്ന മനുഷ്യന് നാട്ടിലെത്ര നല്ല പേരിൽ അറിയപ്പെട്ടയാളാണ്. എന്റെ ഉപ്പാനെ കൊണ്ടുപോയോ, എന്റെ ഉപ്പാനെ കുളിപ്പിച്ചോ, അല്ലെങ്കിൽ ഇന്നാലിന്ന് അബൂബക്കർ ഹാജിയെ, അല്ലെങ്കിൽ ഇന്നാലിന്ന് ഷരീഫിനെ, ഇന്നാലിന്ന് മുഹമ്മദ് അഷ്റഫിനെ എന്ന് പറയുമോ? ഇല്ല. അതുവരെ നമുക്കുണ്ടായ പേര് പോലും നമ്മളോടൊപ്പമില്ല. പിന്നെ എല്ലാവരും പറയാറുള്ളത് മയ്യത്ത് എടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് പള്ളിയിലെത്തിയോ, അഷ്റഫ് ജോഹരി ഉസ്താദ് എത്തിയോ എന്നല്ല ചോദിക്കുന്നത്, നമ്മുടെ ഖാദിയാർ എത്തിയോ എന്നല്ല ചോദിക്കുന്നത്, നമ്മുടെ ഇന്നാലുന്ന പ്രവർത്തകൻ എത്തിയോ എന്നല്ല ചോദിക്കുന്നത്. നമ്മുടെ പേര് പോയി, നമ്മുടെ പദവി പോയി, നമ്മള് നിഷ്കളങ്കരാണ്, നിന്യരാണ്, ബലഹീനരാണ്, കേവലം ഒരു മയ്യിത്താണ്. അങ്ങനെ നമ്മളെ കൊണ്ടുപോയില്ലേ മോളെ? ഒരു മോന് പറയാണ്, എന്റെ ഉമ്മാക്ക് മനോഹരമായ അറ്റാച്ച് ബാത്റൂമുള്ള നല്ല വീട്, എന്റെ വീട്ടിന്റെ ഉള്ളിൽ റൂം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മയെ നിങ്ങൾ പള്ളിക്കാട്ടിൽ കിടത്തണ്ട, എന്റെ വീട്ടിലെ AC-യുള്ള റൂമിൽ കിടത്തുമോ? ഒരു മോന് പറഞ്ഞ ചരിത്രമുണ്ടോ? പിന്നെ ഈ കുറഞ്ഞ കാലത്തെ ദുനിയാവിൽ കിട്ടുന്ന സുഖം എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് നമ്മളെ ഇറക്കി വെച്ച, ആ ഖബറിന്റെ മൂടി പലക വെച്ച, പിന്നെ ആ ഖബറിലേക്ക് കടന്നു വരുന്നത് വെളിച്ചമില്ലല്ലോ. മണ്ണിടുന്തോറും ഇരുട്ടിരുട്ട് കൂടി വരികയല്ലോ. ആ ഇരുട്ട് എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാ? ചോദിക്കട്ടെ, നമ്മളെല്ലാവരും താമസിക്കുന്ന വീട്ടില് 1 മണിക്കൂർ നമ്മുടെ ലൈറ്റ് ഓഫായാൽ, നമ്മൾ കറണ്ട് ഇല്ലാതായി പോയാൽ എന്തൊരു പൊറുതികേടാണ്, എന്തൊരു വെപ്രാളമാണ്. ഇരുട്ടുള്ള റൂമിൽ താമസിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. എന്നാൽ ആ പള്ളിക്കാട്ടിലെ ഖബറിലങ്ങ് നമ്മളെ അടക്കി കഴിഞ്ഞ 1 ദിവസം കൊണ്ട് വെളിച്ചം കിട്ടുമോ? 2 ദിവസം കൊണ്ട് വെളിച്ചം കിട്ടുമോ? എത്ര മാസമാണ് കണക്ക് ലഭിച്ച ആരെങ്കിലും ഈ എരോലിലെ സുന്നി സെന്ററിന്റെ പരിസരത്തുണ്ടോ? എന്റെ ഖബറിൽ 1 മാസം കഴിഞ്ഞാൽ നല്ല വെളിച്ചം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയവരുണ്ടോ? 1 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയവരുണ്ടോ? ഇല്ല, ഇല്ല. ആ ഖബറിൽ എത്ര നാളാണ് താമസിക്കേണ്ടത് എന്നത് ഒരു നിശ്ചയവുമില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 2ാമത്തെ ഊത്ത്, ആ ഊത്ത് കേൾക്കുന്നത് വരെ എല്ലാവരും ഖബറിന്റെ ഉള്ളിലാണ്, 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അവിടെ നമുക്ക് ഇരുട്ടല്ലാതെ മറ്റൊന്നില്ല. ആ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ പറ്റിയ ഒന്ന് അല്ലാഹു നമുക്ക് തന്നതാണ് സഹോദരാ, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമദാൻ. അതേ സഹാബത്ത് കരയുമ്പോ ആദരവായ തങ്ങളും കരഞ്ഞു.
എന്തു പറയാനാണ്? ഈ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ എന്ത് നേടാനാണ്? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങ് പ്രയാസപ്പെടണ്ട, അങ്ങ് കരയണ്ട. കരയുന്ന സഹാബത്തിനെ ആസ്വദിപ്പിച്ചോ. അതാ ഒരു കൊല്ലത്തിൽ ഒരു മാസം വരാനുണ്ട്, ആ മാസത്തിലെ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന്റെ പേരാണ് ലൈലത്തുൽ ഖദ്രി, ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. ഏതാണെന്ന് ഉറപ്പ് കിട്ടിയിട്ടില്ല. ആദരവായ പുന്നാര നബി തങ്ങളോട് അല്ലാഹു അത് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ അത് പറയാൻ വേണ്ടി മുത്തുനബി സഹാബത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോ സഹാബത്ത് എന്തോ ഒരു ദുന്യവിയായ ചർച്ചയിലായി പരസ്പരം തർക്കിക്കുന്ന ഒരു രംഗമായിരുന്നു. ആ തർക്കം നടന്ന കാരണത്താൽ ആ അനുഗ്രഹം അല്ലാഹ് എടുത്തു കളഞ്ഞു. റസൂലുള്ളാഹിക്ക് മറവി സംഭവിച്ചു പോയി. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തർക്കം നടക്കുന്ന വീട് ഇന്നാഹുവനൽ ബൈത്തിലെ ബൈത്തുൽ അങ്കബൂത്ത്. വീട്ടിലെ ഭാര്യയും ഭർത്താവ് ശണ്ട കൂടുന്ന വീടാണോ? ഉപ്പയും മക്കളും പരസ്പരം പോരടിക്കുന്ന വീടാണോ? ഏറ്റവും നിന്ദ്യമായ അങ്കബൂത്തിന്റെ വീടിനെക്കാളും നിന്ദ്യമാണ്. ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകൂല, ബറക്കത്തുണ്ടാകൂല. എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത്? നമുക്ക് ആശംസ പറയാനാണ്, നമ്മളെ അഭിനന്ദിക്കാനാണ്. സുബഹി വരെ സലാം, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ സന്തോഷം രക്ഷയുണ്ടാകട്ടെ. നമ്മളോട് സലാം പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, അത് റമദാനു ശരീഫിന്റെ 1 മുതൽ 30 വരെയുള്ള ദിവസത്തിന്റെ ഇടയിൽ ഏതുമാകാം. ഏറ്റവും സാധ്യതയുള്ളത് അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രിയിലാണ്. ഇന്നല്ലാഹ വിത്റുൻ വയുഹിബ്ബുൽ വിത്റാ. അല്ലാഹ് ഒറ്റയാണ്, അല്ലാഹ് ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് വിത്ർ നിസ്കാരം രാത്രിയിലെ അവസാനത്തെ നിസ്കാരമാണ്. അതിന്റെ പേര് തന്നെ വിത്ർ, ഒറ്റ എന്നാണ്. അഥവാ ഒന്നുകിൽ 1 റക്അത്ത്, അല്ലെങ്കിൽ 3 റക്അത്ത്, അല്ലെങ്കിൽ 11 റക്അത്ത്, ഇങ്ങനെ ഒറ്റയിൽ അവസാനിക്കണമെന്നാണ്. അതിന് വലിയ ബഹുമാനമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ ഏറ്റവും വലിയ സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതേ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു സൂത്രം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മുത്തുനബി പറഞ്ഞു കൊടുത്തിരുന്നു. ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു. എന്താണത്? ആയിഷ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം നന്നോണം ദ്വാരക്കാം. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ കൂടെ വരുന്നവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതും ദുആ അങ്ങേയറ്റം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്താണ് ഷരീഫ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നമ്മുടെ 21 രാവിന്റെ പ്രഭാഷണം അത് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ റമദാൻ 20ന്റെ ആ ഒരു ടൈം മുതൽ നമ്മളെ ഷരീഫിനൊക്കെ അറിയാം, ഒരു 10 ദിവസം നല്ല നോമ്പ് പറയും, നല്ല തിരക്കും നല്ല ഡിമാൻഡും വരുന്നൊരു സമയമാണ്. നമ്മൾ യാത്ര നാട്ടിലേക്ക് വരാനാവുമ്പോഴാണല്ലോ എല്ലാവരും നോമ്പ് തുറക്കാൻ വിളിക്കലും വാത് സംഘടിപ്പിക്കലും. വരുന്ന അന്ന് വരെ മാരിവിന് മുമ്പ് ഷാർജയിൽ വാത് തുറത്ത് ഇങ്ങോട്ട് ഓടിയത്.
അപ്പൊ എനിക്കൊരു നിർബന്ധം, എനിക്കൊരു വല്ലാത്തൊരു മഹബത്താണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ സ്നേഹബന്ധമെല്ലാം സ്വർഗം വരെ നിലനിർത്തി തരട്ടെ. ലക്ഷങ്ങളൊന്നും നമുക്ക് കിട്ടൂല, പക്ഷേ ഈ സദസ്സിനെന്തോ ഒരു റഹ്മത്ത് അള്ളാഹു തന്നിട്ടുണ്ട്. 21-ാം രാവ് എരോലിൽ വരുന്ന സന്തോഷം, അതെനിക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു ഈ കുറഞ്ഞ ആളുകളാണെങ്കിലും ഇവിടുത്തെ നിഷ്കളങ്കരായ ഉമ്മമാരുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാരുടെ ആമീൻ, അത് വലിയ പ്രതീക്ഷയാണ്. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉമ്മാമ ഒരു ചെറിയ സ്വതക്ക അത് ഉസ്താദിന് പേഴ്സണലായി തന്നെ തന്നു. അൽഹംദുലില്ലാഹ്, അത് സ്വതക്ക തന്നതിലുള്ള സന്തോഷമല്ല, അതേ സമയത്ത് ആ ഉമ്മ ആരക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ എന്ന് പറഞ്ഞ് റമളാൻ 21-ന് മരണപ്പെട്ട ഏകദേശം 8 വർഷം മുമ്പോ മറ്റോ മരണപ്പെട്ടു പോയ നമ്മുടെ അഷ്റഫിന്റെ ഉപ്പ, അല്ലാഹു തആല ആ ഉപ്പയുടെ ഖബർ സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടിയ ധാരാളം ആളുകൾ, നമ്മുടെ എറോലിന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന, ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന, നമ്മുടെ ഒക്കെ സുഹൃത്തായിരുന്ന എറോൽ മുഹമ്മദ് കുഞ്ഞി അവറുകൾ കഴിഞ്ഞ 2 വർഷമായി മരണപ്പെട്ടിട്ട് അല്ലാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഷരീഫ് ഖാന്റെ ചേട്ടൻ മൂസച്ച, ഞാൻ വന്നപ്പോൾ തന്നെ എന്റെ ഓർമ്മ റമദാനിൽ മരിച്ചത് എന്നാണല്ലോ, റബീഉൽ അവ്വലിലാണെന്ന് പറഞ്ഞു. അല്ലാഹു മൂസച്ചാന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ, എത്രയോ ആളുകൾ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉപ്പ ഉമ്മ പലരും മാറടി മണ്ണിലാണ്. അബൂബക്കർ ഉസ്താദിന്റെ ഉപ്പയും ഉമ്മയും അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ മരണപ്പെട്ടു പോയി. ആരെല്ലാം ഖബറിൽ കിടക്കുന്നുണ്ടോ അവർക്കൊക്കെയും നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്ത് ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യണം. തൗബ ചെയ്യേണ്ട സന്ദർഭമാണ്. ഞാൻ പറഞ്ഞല്ലോ, മലക്കുകൾ ആശംസ പറയാൻ വേണ്ടി മഗ്രിബ് മുതലേ അവർ തുടങ്ങും. ഞാൻ നിർത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സൂത്രം ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ് ആ സൂത്രമെന്നറിയുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, റമദാനിന്റെ സമാപന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോ അങ്ങ് പ്രത്യേകമായ ഒരുക്കം നടത്തുന്നത് കാണുന്നു, അതേ പ്രത്യേകമായ ഒരു ദിക്ർ ചൊല്ലുന്നത് കാണുന്നു. എന്താണ് ആ ദിക്ർ ചൊല്ലുന്നതിന്റെ കാരണം? എന്താണ് അവിടെ നിന്ന് പ്രത്യേകമായി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ചൊല്ല്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ർ നബി തങ്ങൾ ചൊല്ലുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു ആയിഷ, ഈ ദിക്ർ ചൊല്ലിയവർക്ക് ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടില്ല. ഈ ദിക്ർ റമദാനിന്റെ അവസാനത്തെ സ്പെഷ്യൽ മാത്രമല്ല, ഇത് എപ്പോഴും ചെല്ലാം. പക്ഷേ ഓർമ്മിച്ചുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ നമ്മൾ ഇന്നിപ്പോ മഗ്രിബ് മുതൽ അൽഹംദുലില്ലാഹ് നമ്മൾ ചെല്ലുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം, നിസ്കാര ശേഷം തന്നെ ചെല്ലണമെന്നുണ്ടോ? നിസ്കാര ശേഷം അങ്ങനെ ചെല്ലൽ സുന്നത്തൊന്നുമില്ല. അതുകൊണ്ട് ചെല്ലാതിരുന്ന കറാഹത്തും വരൂല. അതേ സമയത്ത് ചൊല്ലിയാൽ നല്ലതാണ്. അതേപോലെ തന്നെ അല്ലാത്ത സമയത്തും ഇഷ്ടം പോലെ ചെല്ലേണ്ട ഒരു ദിക്റാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പിന്നെ നരകമോചനത്തിനുള്ള ദിക്ർ, അത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ഒരു ഹദീസിൽ എവിടെയും കണ്ടതായിട്ട് എനിക്ക് അറിയില്ല. ഇനി അറിയുന്ന ആലിമീങ്ങളുണ്ടോ എന്ന് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം, നരകമോചനത്തിന് ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്ർ ഏതോ ഒരു ആലിമ് പറഞ്ഞു തന്നു, അത് ചെല്ലുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ഹദീസിലുള്ളതാണെന്ന് വിചാരിച്ച് ചെല്ലേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ നമ്മൾ മഗ്രിബിന്റെ ശേഷം, അതെ സുബഹിന്റെ ശേഷം ഒക്കെ ചെല്ലുന്ന 7 തവണ, അത് ഹദീസിലുള്ളതാണ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അതുപോലെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ ഉമ്മഹാത്തിനാ മിനദ്ദൈനി വൽ മദാലിമി വന്നാർ. ഇങ്ങനെ നരകമോചനം തേടുക. അത് എന്ത് ശീലമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നരകമോചനം തേടുക. കാരണം നരകത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് റമദാനിന്റെ അവസാനത്തെ 10-നാണ്. 1 ലക്ഷമല്ല, 1
കോടിയല്ല, കോടാനകോടി ആളുകളെ റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രമാണിച്ചുകൊണ്ട് അല്ലാഹു തആല ഇത്ഖ് ചെയ്യുമ്പോൾ, അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ നീ അതിൽ പെടുത്തി ആ നരകമോചിതരിൽ ഞങ്ങളെ ചേർക്കണേ അതിനിക്ക് അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നല്ല മനോഹരമായൊരു സീഗയാണ്, അത് ചൊല്ലിക്കോ. പക്ഷേ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് ഹദീസിൽ വന്നിട്ടുള്ള ദിക്റാൻ. ഇവിടെ ഒരു അദബ് പറയാനുണ്ട്, പക്ഷെ പറഞ്ഞ ഫിത്നായി പോകരുത്. ഇനി ആരെങ്കിലും അത് ഉൾട്ട ചെല്ലുന്നുണ്ടെങ്കിൽ ബേജാറായി പോകാൻ പാടില്ല. പക്ഷെ ഒറ്റക്കൊക്കെ ചെല്ലുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിസ്കാര ശേഷമൊക്കെ ചെല്ലുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദുക മിനന്നാർ, ഹദീസിലുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി എന്നില്ല, അസ്അലുക്കൽ ജന്നത വഅഊദുക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി കൂട്ടിയ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ആദ്യം അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ എന്നതാണോ ചെല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഏതാണ് ചെല്ലേണ്ടത്? ഹദീസിൽ വാരിദായ ദിക്ർ എന്ന നിലക്ക് ആദ്യം ചെല്ലേണ്ടത് ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതിനാണ് ഒന്നാം സ്ഥാനം. ശേഷം അല്ലാഹുമ്മ അത്ഖിനി ചെല്ലിയാ മതി. ഇനി ഒരു സ്ഥലത്ത് അങ്ങനെ ഉൾട്ട ചെല്ലുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉന്മാനാക്കാനൊന്നും പോണ്ട. പക്ഷേ ചെല്ലുന്നവരൊന്ന് ശ്രദ്ധിച്ച ഒരു അദബ് പാലിച്ച കൂലി കിട്ടും. എന്താ അദബ്? അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് ചൊല്ലി, അതിനെ മുന്നേ ചൊല്ലി. അതുകൊണ്ട് പറ്റുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. നരകമോചനം ധാരാളം നടക്കുന്ന സമയമാണ്, ഇറങ്ങി വരുന്ന സമയമാണ്. മലക്കുകൾ ആശംസ പറയുന്ന സമയമാണ്. മലക്കുകൾ മുസാഫത്ത് ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. അതിൽ പ്രധാനമായും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു മുസാഫത്ത് കിട്ടിപ്പോയാ മോനെ പിന്നെ നരകം തൊടൂല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫത്ത് കിട്ടിയവന് പിന്നെ MDMന്റെ ആവശ്യമില്ല, പിന്നെ അവന് കഞ്ചാവിന്റെ അടിച്ചാകൂല, അവന് ലഹരി ഉപയോഗിക്കൂല, അവൻ ഉമ്മാനെയും ഉപ്പാനെയും വെറുപ്പിക്കൂല, അവൻ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മനസ്സ് തെറ്റൂല. ജിബ്രീൽ അലൈഹിസ്സലാം ഈ രാത്രിയിൽ ഏതോ ഒരു സമയത്ത് വന്നിട്ട് ഒരു സത്യവിശ്വാസിയെ മുസാഫത്ത് ചെയ്യുന്നുണ്ട്. സാധുക്കളായ ഞങ്ങൾ അർഹതപ്പെട്ടവരെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഞങ്ങളെ തൊടണമെങ്കിൽ ഞങ്ങളെ ശരീരം അത്ര പരിശുദ്ധരായിരിക്കണം. എങ്കിലും ആശ വെക്കുകയാണ്. ആരാണ് ജിബ്രീൽ എന്ന മലക്ക്? അല്ലാഹുവിന്റെ ഏറ്റവും മുഖറബായ മലക്കാണ്. എത്ര കോടി 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 കോടാനകോടി വർഷം മുമ്പാണ് അല്ലാഹ് മലക്കിനെ സൃഷ്ടിച്ചത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും സഹായിച്ചത്, ഇസ്ലാമിനെ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് തൊട്ടാൽ മോനെ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നടക്കുന്ന ഏറ്റവും സാധ്യതയുള്ള രാത്രികളിൽ ഒന്നാണ് 21-ാം രാത്രി. ഒരുപക്ഷേ 23-ഉമാകാം, 25-ഉമാകാം, 27 ഏറ്റവും സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഈ വർഷം വെള്ളിയാഴ്ച രാവ് കൂടിയാണ് വരുന്നത്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് 2 കോൺസെപ്റ്റാണ് ആ വിഷയത്തിൽ. ഒന്ന്, റമദാനിന്റെ 27-ാം വെള്ളിയാഴ്ച രാവ് എന്ന ശാഫി ഇമാം പറഞ്ഞു, ആ വെള്ളിയാഴ്ച രാവ് തന്നെ ലൈലത്തുൽ ഖദ്ർ, യാതൊരു സംശയവും വേണ്ട. അത് ചിലപ്പോൾ 21-ആവാം, 23-ആകാം. വെള്ളിയാഴ്ച രാവ് ഒത്തു വന്നാൽ. മറ്റൊന്ന് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു
ഖുർആനിന്റെ ഗവേഷണം നടത്തി ലൈലത്തുൽ ഖദർ, ഖദർ എന്ന പ്രയോഗം 3 സ്ഥലത്താണ് ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹർഫുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് 3 എന്ന രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ 27 കിട്ടുന്നത്. അപ്പൊ 27 ഏറ്റവും സാധ്യത എന്ന് ബഹറുൽ ആലിമു ഖുറൈശിനും ലൗ തിബാഖൽ അർളി ഇൽമാ, ലോകത്തെ ഇൽമു നിറക്കുന്ന വലിയ പണ്ഡിതനാണെന്ന് പ്രഖ്യാപനം നടത്തിയ ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ സംശയിക്കാൻ പാടില്ല. ഒരൊറ്റ പുത്തൻവാദിക്കും അതിന് തർക്കമില്ല ലൈലത്തുൽ ഖദർ സംഭവിക്കുമെന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഹതഭാഗ്യരിൽ പെട്ടുപോകരുത്. ഭാഗ്യമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഅബരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു എന്താ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്? കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നിങ്ങളൊക്കെ മനസ്സിലിരിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല, ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല, സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല. മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു, ഇശാവും കിട്ടി, തറാവിയും വിത്റും തസ്ബീഹും നിസ്കാരം കിട്ടിയാൽ ഒരു ദിവസം ലൈലത്തുൽ ഖദർ കിട്ടാൻ നോ ചാൻസ്. മഗ്രിബും കിട്ടി അൽഹംദുലില്ലാഹ്, ഇശാവും തറാവിയും തസ്ബീഹും ദുആവും ഓത്തും ഒക്കെ കിട്ടി, സുബഹിയും പോയി കിട്ടൂല. കിട്ടുന്നുവെന്ന് ഉറപ്പുള്ളവർക്ക് ഈ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. മഗ്രിബിന്റെ ജമാഅത്ത്, ഇശാഇന്റെ ജമാഅത്ത്, സുബഹിന്റെ ജമാഅത്ത്. അത് ഏറ്റവും ആള് കൂടുന്ന, ഏറ്റവും നല്ല ഖിറാഅത്തുള്ള, ഏറ്റവും നല്ല ഇമാമിന്റെ പിന്നിലാണ്. അത് സുന്നത്താണ്. അതിനിപ്പോ നമ്മൾ ഗ്രൂപ്പ് ഒന്നും നോക്കേണ്ട കാര്യം. ഇമാം ഏറ്റവും നല്ല ഖിറാഅത്തിന്റെ ആളായിരിക്കണം, തുടരാൻ പറ്റിയ നല്ല സുന്നിയായിരിക്കണം. ആള് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിന് കൂലി കൂടുതലാണ്. ഇനി കുറഞ്ഞു പോയാലും ജമാഅത്ത് നഷ്ടപ്പെടുന്ന രൂപം ഉണ്ടാകാനും പാടില്ല. ആള് കൂടുതൽ പള്ളിയിലാണെന്ന് ജമാഅത്ത് നഷ്ടപ്പെടാനും പാടില്ല. ചുറ്റുഭാഗത്തുള്ളവർക്ക് ഏറ്റവും ജമാഅത്ത് നിലനിർത്തേണ്ട ബാധ്യതയുണ്ട്. അതുകൂടി നമ്മൾ മസല മനസ്സിലാക്കും. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള വഴിയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഇത് ഒരൊറ്റ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടിയാലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് കിട്ടുമോ ഇല്ലേ? അതിന് ഏറ്റവും സാധ്യത കൂടുതലുള്ള സമയം എപ്പോഴാണ്? അത് ലൈലത്തുൽ ഖദർ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതായ പറയപ്പെടുന്ന രാത്രിയുടെ സമയം പഠിക്കണം. ഏത് സമയത്താ റസൂലുള്ളാഹി ഇറാഖിൽ നിന്ന് മരിച്ചു വന്നത്? ആ ടൈമിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് രാത്രിയാണ്, യാതൊരു സംശയവുമില്ല, റമദാനിലാണ്. പക്ഷേ ഏത് ടൈമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദിന്റെ സമയമാണ് ആ പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ നിന്ന് പനിച്ചു വന്ന് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ സുബഹിന്റെ ആ ടൈമിന് മുമ്പ്, ബാങ്കൊക്കെ പിന്നെ വന്നതാണ്, ആ സമയത്തിന് മുമ്പ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോൾ റമദാനിന്റെ പകലിനേക്കാളും ശ്രേഷ്ഠത രാത്രിക്കാണ്. നമ്മൾ എന്താ ചെയ്യ ചെറുപ്പക്കാരെ? റമദാന്റെ പകല് നല്ല മനുഷ്യനാണ്, നല്ല പള്ളിയിലും ഇഅ്തികാഫിലും ഖുർആനിലും. കാരണം പട്ടിണിയല്ലേ. രാത്രിയാകുമ്പോ നമ്മളെ സ്വഭാവം മാറിയില്ലേ? ഇപ്പൊ പുതിയ പുതിയ ട്രെൻഡ് വൈബ് അന്വേഷിച്ചു പോവുകയല്ലേ? അതാ കുൽക്കി സർബത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകുന്നു, ബീച്ചുകളെ ആശ്രയിക്കുന്നു. അങ്ങോട്ടിങ്ങോട്ടും മൂട് നോക്കി ചിരിച്ചിട്ട് കാര്യമില്ല. കാലം അതപ്പതിച്ചു പോയി. നേരം വെളുക്കുന്നത് വരെ റമദാനിന്റെ രാത്രിയിൽ അതാ ഹോട്ടലുകളുടെ നല്ല മനോഹരമായ ജ്യൂസ് കിട്ടുന്ന സ്ഥലത്ത് പോയി അവിടെ ഇരുന്ന് അട്ടാസിച്ച് കളിച്ച് ചിരിക്കുന്ന മനുഷ്യ, ഞാനും നീയും അല്ലാഹുവിന്റെ കോപത്തിന് ഇരയാണ്. മഅദല്ലാഹ്, ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടു, സത്യമാണോ അറിയില്ല. പൊതുവെ മലയാളികൾ നല്ല സംസ്കാരമുള്ളവരല്ലേ? അവര് ഗൾഫ് രാജ്യത്തെത്തിയ മറ്റുള്ള നാട്ടുകാർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നവരല്ലേ? അല്ലെ, മലയാളികൾ നിസ്കരിക്കുന്നത് പോലെ, മലയാളികൾ ഒതുവെടുക്കുന്നത് പോലെ, മലയാളികൾ പള്ളിയെ ബഹുമാനിക്കുന്നത് പോലെ, അറബികളെ കടിച്ചാ പിന്നെ ഏറ്റവും നല്ല സംസ്കാരം മലയാളികളാണ്.
എന്നാണ്. എന്നാ ഇതിന് ഏതോ പുലിവാല് കൂടിയിട്ടുണ്ട്. റമദാനിന്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ അതാ പുതിയ പുതിയ ട്രെൻഡിന്റെ പിന്നാലെ ദുബായ് പട്ടണത്തിലെ ഏറ്റവും തിരക്കുള്ള മലയാളി തിങ്ങിപ്പാർക്കുന്ന, അതും കാസർഗോഡ് ജില്ലക്കാര് നല്ലോണം സമ്പാദിക്കുന്ന ദേരാ സിറ്റിയില്ലതാ ദേരാ വൈബ് എന്ന പേരിൽ രാത്രി പോയി പാട്ടുപാടി കൂത്താടി അട്ടാസിച്ച് ഭക്ഷണം കഴിച്ച് അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കുന്ന വൃത്തികെട്ട മനുഷ്യ, അല്ലാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊള്ളട്ടെ. ഓർക്കുന്നുണ്ടോ കൊറോണ വന്ന കാലത്ത് ഞാൻ കണ്ട ദയനീയമായ വീഡിയോസുകളിൽ എന്നെ കരയിപ്പിച്ചത് അധികവും ദേരാഭാഗത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ബക്കറ്റ് ഇറക്കി കൊടുക്കുന്നത്, ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു ദേരാ, ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഒരു പ്രവാസ ലോകം. അല്ലാ, എങ്ങനെയാണ് മനുഷ്യനിങ്ങനെ അതപ്പതിച്ചു പോകുന്നത്? അതാ ഫലസ്തീനിന്റെ മണ്ണിൽ ചോര വീണുകൊണ്ട് പിടഞ്ഞു വീഴുന്ന പിഞ്ചോമനകള്, ഉപ്പയില്ല ഉമ്മയില്ല, കഴിക്കാ ഭക്ഷണമില്ല, വീടില്ല. ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനു വേണ്ടി കാരിപാത്രവുമായി നട്ടോട്ടമോടുന്ന മക്കളുടെ ദയനീയമായ രംഗങ്ങൾ വീഡിയോയിൽ കാണുമ്പോ എങ്ങനെയാണ് നിനക്ക് മനസ്സ് വരുന്നത്? ഈ പവിത്രമായ റമദാനിന്റെ രാത്രികളിൽ തിന്നു മുടിച്ച് പാട്ടുപാടി കൂത്താടി വീഡിയോ എടുത്ത് അത് നിന്റെ ഇരുട്ടയിലും നിന്റെ വേണ്ടപ്പെട്ടവർക്കും നീ ഷെയർ ചെയ്തു കൊടുക്കുമ്പോ മറന്നു പോകണ്ട. അല്ലാഹു നിന്നിൽ നിന്ന് അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകണ്ട. അല്ലാഹുവേ, എത്രയെത്ര ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള മരണമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഈ റമദാനിന് ശേഷം എത്ര മരണങ്ങൾ നടന്നു. ഇപ്പൊ ഞാനും ഇവിടുത്തെ ഇമാമായ ജൗഹരിയും റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ അഭിമന്യരായ ഗുരുവര്യരിൽ ഒരാളായ ഫാറൂഖ് നഈമി ഉസ്താദിന്റെ ഒരു വോയിസും അതാ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ RCCയുടെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മേഖലയിൽ തിളങ്ങി നിന്ന ഒരു 30-35 പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് മക്കയിലെ അജിയാദ് ഭാഗത്ത് അയാൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ആ ചെറുപ്പക്കാരന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. എത്ര മരണങ്ങളാണ്. ഖുർആനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ കണ്ണു മുഴുവനും നിർഗന്ധരയിൽ വെക്കുന്ന കാലമാണ് മഹ്ശറ. ഈ നമ്മുടെ മുഖത്തിലുള്ള കണ്ണ് അത് നിർഗന്ധരയിലായി പോകുന്ന സമയം, സൂര്യൻ തീതുപ്പുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് കണ്ണ് കാണുക? ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു വെച്ചിട്ടുള്ളതാണ് റമദാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ നിലക്ക് നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടെ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ وكل شيء يقول الله. എല്ലാവരും ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ يقول الله. ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله وكل شيء يقول الله. أستغفر الله مما سوى الله
وكل شيء يقول الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى جل صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ കാര്യമായി ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ ചാരിയിരുന്ന് ആർക്കോ വേണ്ടി ഒന്നും ചെല്ലണ്ട. കുറച്ച് നല്ല സ്റ്റഡി ആയിരുന്ന് കണ്ണൊക്കെ അടച്ചു വെച്ച്, പടച്ചവനെ കഴിഞ്ഞ കാലത്ത് എത്രയോ അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ആ തെറ്റുകളുടെ വലിപ്പമോർത്ത് യാ അല്ലാഹ്, ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു പക്ഷെ നീ അത് നിസ്സാരമായി കാണുന്നുണ്ടാകും, ചെറിയ കളവ് പറഞ്ഞു പോയതല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റ് വന്നതല്ലേ. അല്ല മോനെ, ഗസ്സാലി ഇമാം പറഞ്ഞത്, നീ ആ സമയത്ത് ഓർക്കേണ്ടത്, നീ ആരോടാണ് ആ തെറ്റ് ചെയ്തത്, നീ ആരോടാണ് ആ തെറ്റ് ചെയ്തത്, അവനെ കുറിച്ച് ഓർക്കുക, അവന്റെ വലിപ്പം ഓർക്കുക. എന്നിട്ട് നന്നായി കണ്ണൊക്കെ അടച്ചു വെച്ച്, ഒമ്പേ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എന്റെ തെറ്റ്, ആ തെറ്റെങ്ങാനും ഞാൻ പരസ്യപ്പെടുത്തിയാൽ, ആ തെറ്റെങ്ങാനും പരസ്യമായ, പിന്നെ എന്റെ ഭാര്യ എന്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റൂല, എന്റെ മക്കളെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല, അതുപോലെ തന്നെ നാട്ടുകാരെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റൂല. ആണായാലും പെണ്ണായാലും എത്ര തെറ്റുകളാണ് ചെറുതും വലുതുമായി വന്നുപോയത്. റഹ്മാനായ റബ്ബ് ഇന്ന് വരെ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പല്ലേ, അല്ലാഹ് കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയുന്നു, നീ നിഷ്കളങ്കമായി മാപ്പ് തേടിക്കോ. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തോർത്തുകൊണ്ട്, മോനെ കരച്ചിൽ വരുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത്, നീ കരയുന്നവനെ പോലെ ഒന്ന് മനസ്സ് മാറ്റി ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ ഓർത്തോർത്ത് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞോ ഉമ്മമാരെ. അല്ലാഹുവിനെ ഓർത്ത് ഒലിപ്പിച്ച കണ്ണുനീര് നാളെ നമുക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന നരകത്തെ ശമിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ശേഖരിച്ചു വെക്കുമെന്നാണ്. ആ കണ്ണുനീർ ഒരിക്കലും പരാജയപ്പെടൂല. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്റെ കണ്ണ് മുഴുവനും നിർഗന്ധരയിൽ വെക്കുന്ന കാലമാണ് മഹ്ശറ. ഈ നമ്മുടെ മുഖത്തിലുള്ള കണ്ണ് അത് നിർഗന്ധരയിലായി പോകുന്ന സമയം, സൂര്യൻ തീതുപ്പുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് കണ്ണ് കാണുക? ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു വെച്ചിട്ടുള്ളതാണ് റമളാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ നിലക്ക് നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടെ ചൊല്ലണം, അസ്തഗ്ഫിറുല്ലാഹ് മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ وكل شيء يقول الله. എല്ലാവരും ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹ് മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹ് മിമ്മാ സിവല്ലാഹ് وكل شيء يقول الله. أستغفر الله مما سوى الله
وكل شيء يقول الله أستغفر الله مما سوى الله وكل شيء يقول الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى جل صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ കാര്യമായി ചെയ്യേണ്ടത്, നിങ്ങളിങ്ങനെ ചാരിയിരുന്ന് ആർക്കോ വേണ്ടി ഒന്നും ചെല്ലണ്ട. കുറച്ച് നല്ല സ്റ്റഡി ആയിരുന്ന് കണ്ണൊക്കെ അടച്ചു വെച്ച്, പടച്ചവനെ കഴിഞ്ഞ കാലത്ത് എത്രയോ അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ആ തെറ്റുകളുടെ വലിപ്പമോർത്ത് യാ അല്ലാഹ്, ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു പക്ഷെ നീ അത് നിസ്സാരമായി കാണുന്നുണ്ടാകും, ചെറിയ കളവ് പറഞ്ഞു പോയതല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റ് വന്നതല്ലേ. അല്ല മോനെ, ഗസ്സാലി ഇമാം പറഞ്ഞത്, നീ ആ സമയത്ത് ഓർക്കേണ്ടത്, നീ ആരോടാണ് ആ തെറ്റ് ചെയ്തത്, നീ ആരോടാണ് ആ തെറ്റ് ചെയ്തത്, അവനെ കുറിച്ച് ഓർക്കുക, അവന്റെ വലിപ്പം ഓർക്കുക. എന്നിട്ട് നന്നായി കണ്ണൊക്കെ അടച്ചു വെച്ച്, ഒമ്പേ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ എന്റെ തെറ്റ്, ആ തെറ്റെങ്ങാനും ഞാൻ പരസ്യപ്പെടുത്തിയാൽ, ആ തെറ്റെങ്ങാനും പരസ്യമായ, പിന്നെ എന്റെ ഭാര്യ എന്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റൂല, എന്റെ മക്കളെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റൂല, അതുപോലെ തന്നെ നാട്ടുകാരെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റൂല. ആണായാലും പെണ്ണായാലും എത്ര തെറ്റുകളാണ് ചെറുതും വലുതുമായി വന്നുപോയത്. റഹ്മാനായ റബ്ബ് ഇന്ന് വരെ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പല്ലേ, അല്ലാഹ് കണ്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയുന്നു, നീ നിഷ്കളങ്കമായി മാപ്പ് തേടിക്കോ. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തോർത്തുകൊണ്ട്, മോനെ കരച്ചിൽ വരുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത്, നീ കരയുന്നവനെ പോലെ ഒന്ന് മനസ്സ് മാറ്റി ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ ഓർത്തോർത്ത് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞോ ഉമ്മമാരെ. അല്ലാഹുവിനെ ഓർത്ത് ഒലിപ്പിച്ച കണ്ണുനീര് നാളെ നമുക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന നരകത്തെ ശമിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ശേഖരിച്ചു വെക്കുമെന്നാണ്. ആ കണ്ണുനീര് ഒരിക്കലും പരാജയപ്പെടൂല. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാരും ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹ്. أستغفر الله العظيم 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 أستغفر الله العظيم. صلي أستغفر الله العظيم 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 القديم الرحيم الذي لا إله إلا هو عليه توكلت وهو رب
العرش العظيم أستغفر الله ربي من كل ذنب وخطيئة وأتوب إليه أستغفر الله ربي من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അറിഞ്ഞു ചെയ്ത ദോഷങ്ങളെ തൊട്ടോ അറിയാതെ ചെയ്ത ദോഷങ്ങളെ തൊട്ടോ എല്ലാ ദോഷങ്ങളെ തൊട്ടു എല്ലാ ചെറുദോഷങ്ങളെ തൊട്ടോ എല്ലാ രഹസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടു പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടു റബ്ബാകുന്ന നിന്നോട് അങ്ങേറ്റം ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു അല്ലാഹ്. ഇനി ഒരു തെറ്റുകൊള്ളയും ഞങ്ങൾ മടങ്ങൂല അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ സ്വയശരീരങ്ങളോട് അനേകം അതിക്രമങ്ങൾ ചെയ്തു പോയ പാവികളാണ് അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ പൊരുത്തപ്പെട്ട് മാപ്പ് ചെയ്ത് നിന്റെ റഹ്മത്താകുന്ന തൗബയെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോട് അങ്ങേയറ്റത്തെ കരുണ ചെയ്യണം റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരാത്ത പക്ഷം നിന്റെ ജഹന്നമെന്ന നരകത്തിൽ വീണ് ഉരുകിപ്പോകുന്ന അടിയാറുകളായി ഞങ്ങൾ മാറിപ്പോകുമല്ലോ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളുടെ തൗബയെ സ്വീകരിച്ച് സന്മാർഗത്തിലാക്കി ഞങ്ങളെ സ്വീകരിച്ച് നേർവഴിയിലാക്കിയതിനു ശേഷം നീ ആട്ടിയോടിച്ച ചതിയനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ചെല്ലുകൊള്ളയോ ചേലുകൊള്ളയോ
ഞങ്ങളെ മടക്കിക്കളയല്ലേ അല്ലാ. നീ അങ്ങേയറ്റത്തെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഇനിയൊരു തെറ്റിലേക്കും ഞങ്ങൾ മടങ്ങൂല അല്ലാ. بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها ونحيا وعليها نموت وعليها نبعث ഇൻഷാ അല്ലാഹ്. എല്ലാവരും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക്, ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ ഈ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ അബ്ദുൽ അസീസ് അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അതുപോലെ പള്ളിയുടെ പരിസരത്തുള്ള ആലിമീങ്ങൾ, മഹാന്മാർ, അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, എല്ലാവരുടെ ഹളറത്തിലേക്കും നമുക്കൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലി മരിച്ചുപോയവരെ ഹളറത്തിലേക്ക് കുറച്ച് ദിക്ർ ചൊല്ലി നമുക്ക് ചെറിയൊരു ദുആ നടത്തി പിരിയാം. ഒരുപാട് ആളുകൾ ഇവിടെ നടക്കുന്ന നോമ്പ് തുറക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, പേഴ്സണലായി പറഞ്ഞ് സഹായിച്ചവരുണ്ട്. പലരും അതാ ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ സെന്ററിന് സ്ഥലം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഹാജി അടക്കം, അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള ധാരാളം മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാര്, ഗൾഫ് രാജ്യത്തുള്ള നമ്മുടെ കൂട്ടുകാര്, നാട്ടിലുള്ള നമ്മുടെ പാവപ്പെട്ട ജനങ്ങള്, ആരെല്ലാം 100 രൂപ മുതൽ 10,000 രൂപ വരെ ഈ സ്ഥാപനത്തിന് സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ലെന്ന് നിനക്കറിയാം. ഏത് കാര്യം ചോദിച്ചാലും മടക്കാറില്ല. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരങ്ങളും, അവര് നാട് വിട്ടത്, അവരെ കുടുംബം വിട്ടത്, അവർക്കിവിടെ സുഖിക്കാനും സന്തോഷിക്കാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഹലാലായ നിലക്ക് മക്കളെ പോറ്റാനാണ്. എന്നിട്ടും ആ ഓട്ടത്തിന്റെ ഇടയിൽ അവരെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നമ്മുടെ ദീനീ പ്രവർത്തനത്തിനു വേണ്ടി സഹായിക്കുന്നവരെ യാ അല്ലാഹ്, നീ അവര് തൊടുന്നത് മുഴുവനും പൊന്നാകുന്ന രൂപത്തിൽ അനുഗ്രഹിക്കണേ അല്ലാഹ്. കണ്ണുനീരോടെ ഞങ്ങൾ അവരെ ആശ്രയിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാര്, പ്രവാസ ലോകത്തുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുള്ള മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, മക്കളുണ്ട്. റബ്ബേ, നീ അവർക്ക് ഖൈറായ സമയത്ത് കൈ നിറയെ നിഅമത്തുമായി റാഹത്തോടെ പുഞ്ചിരിച്ച് ഞങ്ങളിലേക്ക് സമയമാകുമ്പോ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്തയും ഗൾഫ് നാട്ടിൽ നിന്നോ ഇങ്ങനെ അങ്ങോട്ടോ അവിടെ നിന്നിങ്ങോട്ടോ കേൾപ്പിക്കല്ല അല്ലാഹ്. എന്തെല്ലാം ബിസിനസ്സുകള്, കച്ചവടങ്ങള്, ജോലികള്, തൊഴിലുകള് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം വലിയ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുക അല്ലാഹ്. നിഅമത്തിലാക്കുക അല്ലാഹ്.
ഈ സ്ഥാപനത്തിനു വേണ്ടി, ഇവിടുത്തെ പ്രസ്ഥാന പ്രവർത്തനത്തിനു വേണ്ടി, ജമാഅത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ, ഈ മഹല്ല് സംവിധാനങ്ങളുടെ ഐക്യവും ഒത്തൊരുമയും നിലനിൽക്കാൻ നീ എല്ലാ സൗഭാഗ്യവും നൽകണേ റഹ്മാനെ. ഒരു ഭിന്നിപ്പും ഒരു പ്രയാസവും നൽകല്ലേ അല്ലാഹ്. എല്ലാവരുടെ ഹദ്റത്തിലേക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ മരിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ടതും ആവരറ്റ ദിക്റാണ്. ഒരാള് മരണസമയത്ത് ഈ ദിക്റ് ചൊല്ലിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുപോയി എന്നല്ലേ. സ്വർഗത്തിന്റെ ആദ്യത്തെ കവാടം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ച കവാടമല്ലയോ. ധാരാളം ചൊല്ലണം ഉമ്മമാരെ. ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് കുറച്ചേ ചൊല്ലിയിട്ടുള്ളൂ. മരണപ്പെട്ടു പോയ ഒരാളുടെ ഹദ്റത്തിലേക്ക് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്താൽ അല്ലാഹു അക്കാരണത്താൽ അയാളെ നരകമോചനം നടത്തുന്നതാണ്. ചൊല്ലിയവർക്കും നരകമോചനം ലഭിക്കുന്നതാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. ചൊല്ലുവച്ചിരിക്കണം മരിക്കുന്നതിന് മുമ്പ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിച്ചു പോയവരുടെ ആ ഒരു കൊല്ലം മാത്രം ചൊല്ലി വെച്ചാ പോരാ, എല്ലാം അവർക്ക് ധാരാളം ഹദിയകൾ ചെയ്യണം. അതുപോലെ തന്നെ മോനെ, നമ്മൾ ഇവിടെ നിന്ന് മരിച്ചിട്ട് നമ്മളെ ചമയിച്ച് കുളിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയമില്ലേ? പള്ളിയിലേക്ക് നമ്മൾ വേഗത്തിൽ ആളുകൾ എടുത്ത് നടന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, നാട്ടുകാര് ചൊല്ലേണ്ടത് ഇതല്ലേ? ഇത് നമുക്ക് പരിചയമുള്ള ദിക്റാണെങ്കിൽ എന്തിനാണ് ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഇത് ചൊല്ലുന്നത്? മോനെ, അറ്റമില്ലാത്ത മഹ്ശറലോകത്തേക്ക്, അതാ സ്വർഗം വരെ നമ്മെ നയിക്കാൻ പറ്റുന്ന വള്ളണ്ടിയേറാണ്. നമ്മുടെ ഇടത്തും വലത്തും അതേ ഖബറിൽ മുതൽ എല്ലാ സ്ഥലത്തും നമുക്ക് വേണ്ട ഖിദ്മ ചെയ്യുന്ന, നമ്മെ സമയം ടൈം പാസ്സായി ലഭിക്കുന്ന, സ്വർഗം വരെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ദിക്റാണ്. ആ സമയത്ത് നമുക്ക് ധാരാളം കിട്ടണം ഈ ദിക്റ്. ധാരാളം കാവലായി കൂടെ ഉണ്ടാകണം അല്ലാഹ്. അതിന് കാരണമായി ദിക്റ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന രാവിലെയാണ് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ചൊല്ലിയതെങ്കിൽ അയാളുടെ കൈ ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫത്ത് ചെയ്യാതെ പോകൂല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ 600 ചിറകിലും എഴുതി വെച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, മരിച്ച് ഞങ്ങളെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുമ്പോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇത് ചൊല്ലിയിട്ട് ഞങ്ങളെ രാജകീയമായി യാത്രയാക്കണം അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുസാഫഹത്ത് കിട്ടണം. ഒരു 3 തവണ കൂടി ഉറക്കെ ചൊല്ലൂ മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആരാരുമില്ലാത്ത ഖബറിലേക്ക് അതേ നീ പുതിയ ആപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ആർക്കും അധികാരമില്ലല്ലോ. പക്ഷേ റസൂലുള്ളാഹിന്റെ രൂപം കാണിക്കുമല്ലോ.
അതാ മഹ്ശറയിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്? ആദം വാപ്പയില്ല, നൂഹ് നബിക്ക് അധികാരമില്ല, ഇബ്രാഹിം ബാപ്പക്ക് അധികാരമില്ല. അപ്പോഴും നമ്മുടെ കൈ പിടിക്കാറുള്ളത് ആ കായനാംദാർ താജ്ദാർ മദീന സർവറേ ദോ ആലം സർക്കാരേ ദോ ആലം റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് കൈപിടിക്കാതെ സിറാത്ത് കടക്കാൻ പറ്റൂല. അവിടുത്തെ തൃക്കല്യാണ പന്തലിലാണ് മോനെ നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗമാണ് ആനന്ദമുണ്ടാകുന്ന ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹ് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമുക്കുള്ള ഒരു കണക്ഷൻ എന്താണ്? കസറത്തു സ്വലാത്ത്. നടത്തത്തിലും ഇരുത്തത്തിലും ജോലി സമയത്തും എല്ലാ സമയത്തും നല്ലോണം ചെല്ലിക്കോ മുത്തുനബിയുടെ പേരുള്ള സ്വലാത്ത്. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിതാ ചൊല്ലുന്നു, മദീന കണ്ട് ചൊല്ലുന്നു, യാ റസൂലല്ലാഹി ഉൻദുർ ഹലനാ യാ ഹബീബല്ലാഹി കുൻ മഹബൂബനാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അടുത്തുവരും. اللهم صل على محمد يا ربي صل عليه وسلم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ألف لام ميم പൊരുളിൽ ഹല്ലില്ലാത്ത ഞങ്ങളെ അലിഫോടടുത്ത റസൂലുള്ളാന്റെ കാവനേക റബ്ബനാ ചൊല്ലി അസ്സലാത്തു الصلاة والسلام عليك يا حبيب الله. മരണമെന്ന ശരണക്കേട തരണം ചെയ്യോ നാടിലേ മന്നവാനിൻ റസൂലുള്ളാന്റെ കാവനേക റബ്ബനാ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തു عليك يا حبيب الله. മശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി. ഹൗലിൻ പാനവും
നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. صلاة وسلام عليك وعلى صاحبيك يا رسول الله. اللهم صل على النور وأهله. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين الملك الجبار غفور العظيم جل جلاله الله. ഈ പവിത്രമായ 21-ാം രാവ് നിന്റെ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് സലാം ഞങ്ങൾക്കറിയുന്നത് പോലെ തൗബ ചെയ്ത് നിന്റെ ദീനിന്റെ കാര്യം കുറച്ച് സംസാരിച്ച് നിഷ്കളങ്കരായ മക്കള്, ആലിമീകള്, മുതഅല്ലിമീകള്, ചെറുപ്പക്കാര് നിന്നിലേക്ക് ഉയർത്തിയ കൈ നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. എല്ലാ ദീനീ കാര്യങ്ങൾക്കും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഉമ്മമാരും പലരും ആമീൻ പറയുന്നുണ്ട്. അല്ലാഹ് നിന്റെ ലക്ഷോപലക്ഷം മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണല്ലോ അല്ലാഹ്. വലിയ തെറ്റ് എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലിയാരാക്കണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടം അല്ലാഹുവേ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് മാറ്റിവെച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും അല്ലാഹ് നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ ദിക്ർ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ എത്തിക്കണം റഹ്മാനേ. അവർക്ക് ഈ സദസ്സിന്റെ നൂറാനിയത്ത് കൊണ്ട് അവരെ ഖബർ പ്രകാശിപ്പിക്കണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവരെ ഹയാത്ത് ആഫിയത്തോടെ ദീർഘകാലം ആസ്വാദ്യകരമായി നൽകണം റഹ്മാനേ. അവരെ തഹത്തിലായി നീ ഞങ്ങളെ അവരെ പൊരുത്തമുള്ള മക്കളാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാരെ ദർജ രണ്ട് ലോകത്തും നീ ഉയർത്തണം അല്ലാഹ്. ഞങ്ങളെ സ്വത്തായ നിധിയായ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ആഖിറത്ത് സമ്പാദിച്ചു തരുന്ന പുണ്യമക്കളാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ സഹധർമ്മിണിമാരെ സ്വാലിഹത്തുകളാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ജീവിതകാലത്ത് ആരെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ റഹ്മാനേ, പഠിക്കുന്ന കാലം മുതൽ ഈ സമയം വരെ പലരും ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അല്ലാഹ്. ഉടുപ്പ് വാങ്ങി തന്നിട്ടുണ്ട് അല്ലാഹ്. കിതാബ് വാങ്ങി തന്നിട്ടുണ്ട് അല്ലാഹ്. പലരും ഭക്ഷണവും വെള്ളവും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഈ പവിത്രമായ രാത്രിയിൽ അവരെ ഞങ്ങൾ ഓർക്കുന്നു അല്ലാഹ്. നീ അവർക്ക് വലിയ റഹ്മത്തും മഗ്ഫിറത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, വലിയുപ്പ വലിയുമ്മമാര്, എളാപ്പ മൂത്താപ്പമാര്, എളാമ മൂത്തമ്മമാര്, അതുപോലെ ഉപ്പയുടെ പെങ്ങന്മാര്, ഭർത്താവ് ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയോ, അയൽവാസികള്, പ്രസ്ഥാന ബന്ധുക്കള്, നാട്ടുകാര്, ശൈഖന്മാര്, എല്ലാവരുടെ ദർജയും ഉയർത്തണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്.
നോടഞ്ചു ചോദിക്കണമെന്ന് പോലും അറിയാത്ത പാവികളാണ് ഞങ്ങൾ റബ്ബേ. എന്നാലും നിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാൻ പാടില്ലല്ലോ. വലിയതും ചെറിയതുമായ തെറ്റുകൾ റമദാനുൽ ശരീഫിൽ വരെ സംഭവിച്ചു പോയ പാപങ്ങളാണ് അല്ലാഹ്. നീ മാപ്പാക്കി നന്നാക്കി രക്ഷപ്പെടുത്തണമല്ലോ. കിബ്റിയായ ഹസദ്, ഉജ്ബ്, ശഹവത്ത്, നിഫാഖ് ഒന്നും ഞങ്ങളെ ഖൽബിൽ തരല്ലേ അല്ലാഹ്. നാഫിയായ ഇൽമു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ. സുജൂദ് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, മുട്ടുവളയാത്തവരുണ്ട് റഹ്മാനെ. ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ ഡിസ്കിന് തകരാറായി നെടുവേദന താങ്ങാൻ കഴിയാത്തവരുണ്ട് റഹ്മാനെ. മൈഗ്രെയിന്റെ പ്രശ്നമുള്ളവരുണ്ട് റഹ്മാനെ. ഹാർട്ടിന് ബ്ലോക്ക് വന്നു പോയവരുണ്ട് റഹ്മാനെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായി പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. വയറ്റിൽ അൾസർ ബാധിച്ചു പോയവരുണ്ട് റഹ്മാനെ. ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് പേടിപ്പിച്ച കാര്യങ്ങളുണ്ട് റഹ്മാനെ. എല്ലാ വാഹിനിയും ബാത്തിനിയുമായ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന് സമാധാനം തരണമല്ലോ. തടിക്ക് ആഫിയത്ത് തരണമല്ലോ. ഹലാലായ നിഅമത്ത് തരണമല്ലോ. മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക്, ദീനിന് ഒരുപാട് സഹായിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. കൊടുക്കുന്ന കയ്യാക്കണമല്ലോ, വാങ്ങുന്ന കയ്യാക്കല്ലേ അല്ലാഹ്. നിന്റെ കൊടുത്താ തീരാത്ത ഖജനാവിൽ നിന്ന് തന്ന് ഞങ്ങളെ എല്ലാ നിലക്കും നീ സഹായിക്കണം റഹ്മാനെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ ഇബാക്കല്ലേ റഹ്മാനെ. ഫളീഹത്തിലാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ സേവനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന പെരുന്നാൾ വളരെ റാഹത്തുള്ള പെരുന്നാളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുരന്തങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, ദാരിദ്ര്യത്തെ കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ. അങ്ങകലെ ഫലസ്തീനിന്റെ മണ്ണിൽ നീ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും ഇസ്സത്തും നിലനിർത്തണേ റഹ്മാനെ. ഈ നാടിന്റെ, ഈ സ്ഥാപനത്തിന്റെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള് എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും നിഅമത്തും നൽകണേ അല്ലാഹ്. സഹോദര സമുദായങ്ങൾ ധാരാളം തിങ്ങിപ്പാർക്കുന്ന നാടാണ് റഹ്മാനെ. യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും നൽകല്ലേ റഹ്മാനെ. മതമൈത്രിയും ഒത്തൊരുമയും ഐക്യവും നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളെ നാടുകൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പക്കാരെ നന്നാക്കണേ റഹ്മാനെ. ലഹരി മാഫിയകൾ പിടിമുറുക്കിയ കാലമാണ് അല്ലാഹ്. ഞങ്ങളെ പൊന്നുമക്കളെ, അനുജന്മാരെ, ശിഷ്യന്മാരെ, ഞങ്ങളെ സഹപ്രവർത്തകരെ കാക്കണേ അല്ലാഹ്. വല്ലതിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവരെ മനസ്സ് നീ നന്നാക്കണേ അല്ലാഹ്. നീ അവരെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എത്രയോ ഉമ്മവാപ്പമാര് പല സങ്കടങ്ങളും മനസ്സിൽ വെച്ചിട്ടുണ്ട് അല്ലാഹ്. ഈ നാടിനെ, ഈ സ്ഥാപനത്തെ സഹായിച്ചവരുടെ മനസ്സിന്റെ ഉദ്ദേശം നീ നിറവേറ്റണമല്ലോ. അതുപോലെ തന്നെ ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങള്, ബലാലുകള്, മുസീബത്തുകള് നൽകല്ലേ അല്ലാഹ്. അപകടങ്ങള്, അറ്റാക്കുകള്, ക്യാൻസറുകള്, മാരകമായ വിപത്തുകള്, കൂട്ടബലാലുകള്, പെട്ടെന്നുള്ള മരണങ്ങള് നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ നിലക്കും രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ അല്ലാഹുവേ, വിശേഷിച്ചോ ബാഗൽകോട്ട് ജില്ലയിലെ ഇളിക്കൽ പ്രദേശത്ത്, അതുപോലെ ബിജാപൂരിന്റെ പല തെരുവുകളിൽ എന്റെ പ്രിയപ്പെട്ട അനുജൻ ഫാറൂഖ് സഖാഫി ഖുറാനിയുടെ നേതൃത്വത്തിലായി അല്ലാഹുവേ വലിയ സേവന പ്രവർത്തനങ്ങളാണ് നടക്കുന്നുള്ളത്. 33 വിദ്യാർത്ഥികൾ ഒരേ സ്ഥലത്ത് നല്ല ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർസുണ്ട് അല്ലാഹ്. 8ഓളം മഹല്ലുകളിൽ
മദ്രസകൾ നടക്കുന്നുണ്ട് അല്ലാഹ്. അതുപോലെ യുവാക്കൾക്കുള്ള ക്ലാസുകൾ നടക്കുന്നു അല്ലാഹ്. വുമൻസിന്റെ പ്രവർത്തനങ്ങൾ ക്ലാസുകൾ നടക്കുന്നു അല്ലാഹ്. 30-ലേറെ മഹല്ലുകളിൽ ഞങ്ങളുടെ സ്റ്റാഫുകൾ സിദറ ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലാഹ്. പടച്ചവനെ അനുജൻ കുവൈത്തിൽ ഇതിന്റെ പ്രചാരണത്തിലാണ് അല്ലാഹ്. പടച്ചവനെ ഉസ്താദുമാരെ നിയന്ത്രണത്തിലാണ് അല്ലാഹ്. നീ എല്ലാം ഇസ്സത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ പാടങ്ങളിൽ നിന്ന്, അതുപോലെ കൃഷികളിൽ നിന്ന്, റോഡ് സൈഡുകളിൽ നിന്ന് അതാ ഉമ്മയുടെ കള്ളുകുടിയും അതുപോലെ മദ്യപാനവും അവർക്കില്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണം തെരുവിലകപ്പെട്ടു പോയ മക്കളെയാണ് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് അവർക്ക് അന്നവും വെളിച്ചവും നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് 8 വർഷം പിന്നിടുന്ന സിദ്റയുടെ പ്രവർത്തനോ. അടുത്ത വർഷം ആ പഠിച്ച കുട്ടികളിൽ അതാ 14 കുട്ടികള് നോളജ് സിറ്റിയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നു അല്ലാഹ്. അവരെ നാടിൽ എത്രയാണ് അരാജകത്വമുള്ളത്, നീ അവരിലൂടെ ഫതഹാക്കണമല്ലാ. 60 വയസ്സ് കഴിഞ്ഞ ഒരു ഉപ്പ നിസ്കാരം പഠിച്ചപ്പോ അയാള് സുജൂദിൽ കിടന്ന് കരഞ്ഞു, അല്ലാ എന്റെ ഉമ്മ നിസ്കരിക്കാതെ മരിച്ചു പോയല്ലോ എന്ന് തേങ്ങയാള് കരയുന്നുണ്ടായിരുന്നു. പടച്ചവനെ, കൊല്ലങ്ങളോളം പൂട്ടിക്കിടന്ന പള്ളികളിൽ തറാവീഹും ബുർദയും സലാത്തും മജ്‌ലിസുകളും നടക്കുന്നു അല്ലാഹ്. മുസ്ഹഫ് കണ്ടിട്ടില്ലാത്ത നാടുകളിലാണ് കയറി ചെന്ന് പട്ടിണി കിടന്ന് പാവപ്പെട്ട സിദ്റയുടെ മക്കള് പ്രവർത്തനം നടത്തുന്നത്. നീ സഹായിക്കണമല്ലാ. ഈ വരുന്ന പെരുന്നാളിന് അവർക്ക് ആനന്ദത്തോടെ അല്ലാഹുവേ പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ പടച്ചവനെ ആ മക്കൾക്ക് നല്ല ഡ്രസ്സ് വേണമല്ലാ. 33 മക്കൾക്ക് അല്ലാഹ് ഒരു ജോഡി ഡ്രസ്സിന് വരുന്നത് ചുരുങ്ങിയത് 900 രൂപ, 1000 രൂപ റൗണ്ടാക്കി. പടച്ചവനെ, ആ മക്കളെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ജീവിതകാലത്ത് അല്ലാഹ് നീ അവർക്ക് ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്, പട്ടിണി കൊടുക്കല്ലേ അല്ലാഹ്, പ്രയാസം നൽകല്ലേ അല്ലാഹ്. നാളെ ബദറിലും ഉഹദിലും ചെലവഴിച്ച മഹാന്മാരെ മുമ്പിൽ ഞങ്ങൾ ഇതാ കർണാടകയുടെ പ്രാന്ത പ്രദേശത്ത് നിന്റെ ദീനിന്റെ ദഅവത്തിന് സഹായിച്ചു എന്ന് അഭിമാനം പറയാൻ പറ്റുന്ന വലിയ സ്വതക്കയായി കബൂലാക്കണമല്ലാഹ്. എല്ലാ വർഷവും മെരോലിൽ നിന്നൊരു ചെറിയ സഹായം ലഭിക്കാറുണ്ട്. ഈ വർഷവും ഒരു ആഴമായ പിരിവിന് ഞങ്ങൾ നിൽക്കുന്നില്ല. കാരണം എല്ലാ സമയത്തും ഇവിടെ പിരിവും കാര്യങ്ങളുമായി ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. എങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് സിദ്റയുടെ മക്കൾക്ക് ഒരു ജോഡി ഡ്രസ്സിനുള്ള ഒരു കാശ് ഒരാളോ 2 ആളോ 3 ആളോ ഷെയർ ആയിട്ടെങ്കിലോ ആ 33 കുട്ടികളുടെ ഡ്രസ്സിന്റെ കാര്യമല്ല ഈ എരോലിലുള്ള നാട്ടുകാർക്ക് ഏറ്റെടുക്കാനുള്ള ഭാഗ്യം തരണമല്ല. കൊടുക്കാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ 5 പൈസയില്ല ഉസ്താദേ. അല്ലാഹുവേ, ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ആ സിദ്റയുടെ പ്രവർത്തനം പൂർവാധികം ശക്തിപ്പെടാൻ മനസ്സറിഞ്ഞ് ദുആ മതി കേട്ടോ. അല്ലാഹുവേ, നീ സഹായിച്ചവരെ സഹായിക്കണേ റഹ്മാനേ. ഈ മജ്‌ലിസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനേ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. أشهد أن لا